ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന തന്തൂരി ചിക്കനാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചിക്കൻ ഇതുവരെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ, ഇതുപോലെ നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. ചൂടോടുകൂടി തന്നെ കഴിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ തന്തൂരി ചിക്കൻ റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ തന്തൂരി ചിക്കൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു 6 ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ബട്ടർ, പിന്നെ കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചിക്കൻ പീസ് ഒന്ന് വരഞ്ഞെടുക്കണം. നമുക്ക് ഡീപ്പായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മസാല ചിക്കൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിച്ചു വരാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഇത്രയും വരഞ്ഞെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ. ഇതുപോലെ എല്ലാ പീസും വരഞ്ഞെടുക്കുക. ലെഗ് പീസാണെങ്കിലും ഒക്കെ വരഞ്ഞെടുക്കുക. അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെയാണ് നമ്മൾ തന്തൂരി ചിക്കൻ ചെയ്യുമ്പോൾ ചിക്കൻ പീസ് എടുക്കേണ്ടത്. ചെറിയ പീസായിട്ട് എടുക്കരുത്. ചെറിയ പീസുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവില്ല. ടേസ്റ്റും എല്ലാം കറക്റ്റായി നമുക്കൊരാൾക്ക് സെർവ് ചെയ്യാനാണെങ്കിൽ പോലും കുറച്ച് വലിയ പീസുകൾ എടുക്കുക. കണ്ടോ, ഇത്ര അടുപ്പിച്ച് വരഞ്ഞാൽ മതി. ഒരുപാട് അകന്നു പോകരുത് നമ്മൾ വരഞ്ഞെടുക്കുമ്പോൾ. ഇതുപോലെ ഞാൻ എല്ലാ പീസും ഒന്ന് വരഞ്ഞെടുക്കട്ടെ. എല്ലാ പീസിൻ്റെയും 2 സൈഡിലും വരയണം കേട്ടോ. അപ്പോഴേ കറക്റ്റായിട്ട് മസാല ഉള്ളിലേക്ക് കയറുള്ളൂ. പിന്നെ തൈര് നമ്മൾ എടുക്കുമ്പോൾ നല്ല കട്ട തൈര് എടുക്കുക കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ക്ലോത്തിൽ തൈര് എടുത്തിട്ട് തൈരിലുള്ള വെള്ളം കളഞ്ഞെടുക്കുക. അങ്ങനെ എടുക്കുമ്പോഴാണ് നമുക്ക് നല്ല കട്ട തൈര് കിട്ടുക. അങ്ങനെ കട്ട തൈര് എടുത്താലേ നമ്മുടെ മാരിനേഷനുള്ള തൈര് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നമ്മൾ സാധാരണ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന തൈരിൽ കുറച്ചധികം വെള്ളം ഉണ്ടാവും. ആ വെള്ളം മുഴുവൻ മാറ്റി പിഴിഞ്ഞെടുക്കണം നമ്മളൊരു ക്ലോത്തിലേക്ക് തൈര് ഒഴിച്ചിട്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പീസ് എല്ലാം നമ്മളിതാ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം. ഈ ചിക്കനിലേക്ക് തന്നെയാണ് ഞാൻ എല്ലാം ചേർക്കുന്നത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വേറെ ബൗളിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചിക്കൻ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒറ്റ പാത്രത്തിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് തന്നെ ഇടാൻ പോവാണ്. ഇനി നമുക്ക് നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. 1 ടേബിൾ സ്പൂണിൽ കൂടണ്ട. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ ഉപ്പുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചേർക്കുക കേട്ടോ. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വേണം മാരിനേറ്റ് ചെയ്യാൻ. ഒരുപാട് ഉപ്പ് ചേർക്കരുത്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടും. ഇതിലേക്ക് ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ. അധികം ഉപ്പ് ചേർക്കരുത്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് കണ്ടോ, നല്ല തിക്കായിട്ടുള്ള തൈരാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതുപോലെ കട്ടിയാക്കി എടുക്കണം തൈര് എടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഈ തൈരും കൂടി ചേർക്കാം. തൈരൊരു 2 ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മിക്സ് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് ഈ ചിക്കൻ പീസിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നമ്മൾ ഈ വരഞ്ഞു കൊടുത്തിരിക്കുന്ന പീസിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ തൈര് കുറവാണെങ്കിൽ തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ചുകൂടി തൈര് ചേർക്കുന്നുണ്ട്. തൈര് കുറവാണ്. 1 ടേബിൾ സ്പൂണും കൂടി നമുക്ക് തൈര് ചേർക്കാം. ഇത് മാരിനേറ്റ് ചെയ്ത് ഒരു 30 മിനിറ്റ് വെക്കണം കേട്ടോ. അപ്പോഴേ നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് ഈ ഉപ്പും എരിവും എല്ലാം പിടിച്ചു വരുള്ളൂ. കറക്റ്റായിട്ട് പിടിച്ചു വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ പീസിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു മസാലകൾ പിടിച്ചില്ലെങ്കിൽ ടേസ്റ്റ് കറക്റ്റ് ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്മോക്കി ഫ്ലേവറുള്ള തന്തൂരി ചിക്കനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പീസ് ചാർക്കോൾ യൂസ് ചെയ്യാം ഇതിനുള്ള നമ്മളിത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. പക്ഷേ ഞാനിപ്പോൾ എനിക്ക് ആ സ്മോക്കി ഫ്ലേവർ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ചാർക്കോൾ യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ചാർക്കോൾ യൂസ് ചെയ്യേണ്ട സ്റ്റേജ് ആകുമ്പോൾ പറയാം കേട്ടോ എപ്പോഴാണെന്നുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് സൺഫ്ലവർ ഓയിലും ബട്ടറും കൂടിയാണ് ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ബട്ടർ മാത്രം യൂസ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ മാത്രം യൂസ് ചെയ്തിട്ട് ഫ്രൈ ചെയ്താലും പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ടും ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്യാൻ.
ഇപ്പോൾ കണ്ടോ നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് നമ്മുടെ മസാല കോട്ടായിട്ടുണ്ട്. ഇനി ഇതൊരു 30 മിനിറ്റ് ഇരിക്കട്ടെ, അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കാം. ഇപ്പോൾ നമ്മൾ പാൻ ചൂടാക്കിയിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് ആദ്യം സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് ബട്ടറും ആഡ് ചെയ്യാം. ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് ബട്ടറും ഓയിലും ചേർന്ന മിക്സിലേക്ക് വെച്ച് കൊടുക്കുക. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ, ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യരുത്. പാനിൽ നമ്മൾ ഓവറായിട്ട് ഇട്ട് കൊടുക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് തന്തൂരി ചിക്കൻ്റെ ആ ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടില്ല കേട്ടോ. ആദ്യം ഈ ഒരു സൈഡ് ഒരു 5 മിനിറ്റ് ഫ്രൈ ആയി വരട്ടെ, അതിനുശേഷം നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. അടച്ചു വെച്ച് കുക്ക് ചെയ്താലാണ് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ. അപ്പോൾ അടച്ചു വെച്ച് 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. ഇപ്പോൾ 5 മിനിറ്റ് ഇതുപോലെ ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മൾ ചിക്കൻ പീസ് ഇട്ടിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ നമ്മുടെ ചിക്കൻ പീസിൻ്റെ കളറ് മാറിക്കഴിഞ്ഞു. ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വന്നു കഴിഞ്ഞു. ഇനി ഈ സൈഡ് നമുക്ക് 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഓരോ പീസും തിരിച്ചിടുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ചിക്കൻ്റെ കളർ മാറി വരുന്നത്. ഇനി നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ചിക്കൻ തിരിച്ചിട്ടിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് ആയി. നമുക്ക് അടുത്ത സൈഡിലേക്ക് ഒന്നുകൂടി ഒന്ന് തിരിച്ചിടാം. ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ്റെ ഇൻസൈഡ് കുക്കാവില്ല, പുറം ഭാഗം മാത്രമേ കുക്കായി വരുള്ളൂ. അപ്പോൾ നമുക്കിനി വീണ്ടും കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ തിരിച്ചിട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഈ ഒരു ചിക്കൻ ഫ്രൈയിൽ ടൈം എടുക്കുന്ന കാര്യമുള്ളൂ. അപ്പോൾ ചിക്കൻ കുക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കണ്ടോ നന്നായിട്ട് ഫ്രൈ ആയി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് പാനിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല കറക്റ്റായിട്ട് കുക്കായി കിട്ടും കേട്ടോ. 15 മിനിറ്റ് ടൈം മതി കുക്കായി വരാനായിട്ട്. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള പീസും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ സ്മോക്കി ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഉടനെ തന്നെ അപ്പോൾ ഒരു ബൗളിലേക്ക് നമ്മൾ ചിക്കൻ പീസുകളെല്ലാം നല്ല കുഴിവുള്ള ഒരു ബൗളിലേക്ക് നമ്മൾ ചിക്കൻ പീസുകളെല്ലാം ഇട്ടിട്ട് ഒരു പീസ് ചാർക്കോൾ ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുക. ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്നതിന് ചൂടാക്കി എടുത്തിട്ട് ചെറിയൊരു ബൗളിൽ ഈ ചാർക്കോൾ എടുത്ത് വയ്ക്കുക. അതിനുശേഷം ഈ ചാർക്കോൾ എടുത്ത് വെച്ച ബൗൾ നമ്മുടെ ചിക്കൻ പീസിൻ്റെ നടുഭാഗത്തായിട്ട് വെച്ചിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പുക വന്നു തുടങ്ങും. അപ്പോൾ നമ്മളൊരു പ്ലേറ്റ് വെച്ച് അടച്ച് വയ്ക്കുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ചിക്കന് മുഴുവനും നല്ല സ്മോക്കി ഫ്ലേവർ കിട്ടും. നമ്മൾ അൽഫാമിൻ്റെ വീഡിയോയിൽ സെയിം ഈ ഒരു പ്രോസസ്സ് കാണിച്ചിട്ടുണ്ട്. അതിൽ ചിരട്ടയാണ് യൂസ് ചെയ്തത്, ഇതിൽ ചാർക്കോളാണ് യൂസ് ചെയ്യേണ്ടത്. ചിരട്ട യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തേങ്ങയുടെ ഒരു ടേസ്റ്റേ വരുള്ളൂ. അപ്പോൾ ആ പുകയ്ക്ക് ഒരു തേങ്ങയുടെ ആ ഒരു ഫ്ലേവറും സ്മെല്ലും ഒക്കെ ആയിപ്പോവും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ചെയ്ത് കാണിക്കാതിരുന്നത്. ചാർക്കോൾ കിട്ടുകയാണെങ്കിൽ ചാർക്കോളിൽ തന്നെ ചെയ്യുക, ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ചിക്കൻ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നമ്മുടെ ഈ തന്തൂരി ചിക്കൻ.
പിന്നെ തൈരിൻ്റെ തിക്നെസ് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൂ. തൈര് ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് വെള്ളം മാറ്റിയെടുക്കുക എന്നുള്ള ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ തന്തൂരി ചിക്കൻ വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ രാവിലെ മാരിനേറ്റ് ചെയ്ത് വെച്ചു അല്ലെങ്കിൽ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ റെഡിയായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ നമ്മുടെ ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.